ദിവസവും ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന കൊല്ലം മയ്യനാട്ടെ സി കേശവൻ മെമ്മോറിയൽ ഫാമിലി ഹെൽത്ത് സെന്റർ അസൗകര്യങ്ങളുടെ നടുവിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിലാണ് രോഗികൾ ചികിത്സ തേടുന്നത്. ആശുപത്രിയുടെ അറ്റകുറ്റപ്പണി നടത്താൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. വർഷം പഴക്കമുള്ള മയ്യനാട്ടെ സി കേശവൻ മെമ്മോറിയൽ ഫാമിലി ഹെൽത്ത് സെന്ററിലെ കെട്ടിടങ്ങൾ അത്യാസന്ന നിലയിലാണ്. തീരദേശ മേഖലയിൽ നിന്നടക്കമെത്തുന്ന നിരവധി രോഗികളുടെ ആശ്രയ കേന്ദ്രമായ ഈ സർക്കാർ ആതുരാലയത്തിലെ കിടത്തി ചികിത്സ നടത്തുന്ന കെട്ടിടം പൊളിഞ്ഞു വീഴാറായ നിലയിലാണ്. വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങൾ ഓരോ ദിവസം കഴിയും തോറും പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് മയ്യനാട് ആശുപത്രിയിൽ ഉള്ളത്. ഒരു കാലത്ത് താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിൽ ഉണ്ടായിരുന്ന ഒരാശുപത്രി, പ്രസവങ്ങൾ നടന്നിരുന്ന ഒരാശുപത്രി, ഗൈനക്കോളജിസ്റ്റും കാർഡിയോളജിസ്റ്റും അടക്കമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടായിരുന്ന ആശുപത്രി. ആ ആശുപത്രിയെ പിന്നീട് CHSE ആയി തരം താഴ്ത്തി. CHSE ആയി തരം താഴ്ത്തിയ ആശുപത്രി ഇപ്പോൾ FHSE ആയി തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. കെട്ടിടത്തിലെ കോൺക്രീറ്റ് ഇളകി വീഴുന്നുണ്ടെങ്കിലും പുറത്തേക്ക് തുളച്ചു നിൽക്കുന്ന കമ്പികളുടെ ബലത്തിലാണ് കെട്ടിടം തകർന്നു വീഴാതെ നിൽക്കുന്നത്. ജനങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ കൊടുക്കാൻ, ചികിത്സ കൊടുക്കാൻ, മികച്ച ഡോക്ടർമാരുടെ സേവനം കൊടുക്കാൻ ഒരു തരത്തിലും കഴിയാത്ത രീതിയിലേക്ക് ഈ ആശുപത്രിയെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ദയാവധത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. അത് വലിയ പ്രതിഷേധാർഹമാണ്. ഇതൊരു ജനതയുടെ പ്രശ്നമാണ്. അടിയന്തരമായി സർക്കാർ കണ്ണു തുറന്ന് ഈ ആശുപത്രിയോടുള്ള അവഗണനയും അനാദരവ്, സി കേശവൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയോടുള്ള അനാദരവാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ആ അനാദരവും ഒഴിവാക്കണമെന്ന് അതിശക്തമായിട്ട് ആവശ്യപ്പെടുന്നു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം തേടി രോഗികളെത്തിയാൽ അതും ഈ ആശുപത്രിയിലില്ല. പുതിയ ആശുപത്രിക്കായി സർക്കാരിലേക്ക് പ്രപ്പോസൽ നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് മലയാളം, കൊല്ലം.